ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ കോട്ടയത്ത് തന്നെ ഉള്ളൊരു ഫാമാണ്, നീണ്ടൂരാണിത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണാണ്. പ്രകൃതിയെ അറിയുക, മണ്ണിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ പോകാൻ പറ്റിയിട്ടുള്ളൊരു പ്രദേശമാണ്. നമ്മുടെ മൈൻഡൊക്കെ ഇങ്ങനെ വല്ലാതെ വല്ലാണ്ടിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനില്ലാതെ ആകെ മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒപ്പം നമുക്ക് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. വെറുതെ റിലാക്സ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കാനോ കാപ്പി കുടിക്കണോ എന്തിനു വേണമെങ്കിലും നമുക്കിവിടെ പോകാൻ പറ്റും. വെറുതെ നടക്കാം, മൈൻഡ് നല്ല രീതിയിൽ കൂളാവാനും കാമാവാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. കൂടുതലും പക്ഷികൾ, അതുപോലെ കാടകൾ, കോഴികൾ, അങ്ങനെ എല്ലാം ഇതിൽ കാണാൻ പറ്റും. മണ്ണിനെ മനസ്സിലാക്കുക, പ്രകൃതിയെ മനസ്സിലാക്കുക, പ്രകൃതി എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ മൂടിയിരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് നടക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, യാത്ര ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പം അതിൽ കയറി യാത്ര ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ ഒരു റിലാക്സേഷൻ മൂഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കൊച്ചു കേരളത്തിൽ തൊട്ടടുത്ത പ്രദേശമാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇവിടെ പോകാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഇവിടുത്തെ തെങ്ങും തോപ്പ് തന്നെയുണ്ട്. അതുപോലെ തന്നെ മണ്ണ്, പിന്നെ താമര നമുക്കിവിടുന്ന് ഫോട്ടോ എടുക്കാം, താമര കൈകൊണ്ട് തൊടാനൊക്കെ സാധിക്കും. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രദേശമാണ് നമുക്ക് മുന്നിലിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. ഇതെന്ന് പറയുന്നത് യമു ആണ്. യമു എന്ന് പറയുന്നത് ഒരു ജീവിയാണ്. നല്ല ഭംഗിയുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിയാണ് യമു എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് കാണാനും അറിയാനും, ഇതിനെയൊക്കെ നമ്മുടെ നാട്ടിൽ ജീവിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് പോകാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് അവിടുത്തെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപങ്ങളാണിതൊക്കെ. നല്ല ഭംഗിയും നല്ല രസമാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞത് താമര, ഞാൻ പറഞ്ഞില്ലേ, താമരയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് താമര ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നത് കാണാൻ. കാണുന്നില്ലേ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഇങ്ങനെ വലയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ. വ്യത്യസ്തമായിട്ടുള്ളൊരു മണ്ണാണ് ഇവിടെ കാണാൻ പറ്റുന്നത്.